വന്യജീവി ആക്രമണം നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നല്ലോ. 3 ആഴ്ചക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിലും അങ്ങേയറ്റം ഉദാസീനമായ നിലപാടാണ് സർക്കാരും വനം മന്ത്രിയും സ്വീകരിച്ച് കാണുന്നത്. പരിഹാരങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ വരുമ്പോൾ പരിഹാസമാണ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഇത് ജനങ്ങളോട് കാണിക്കുന്ന നിസ്സംഗമായ നിലപാടാണ്. അതാണ് തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. സൂര്യനെല്ലിയിലെ മാരി എന്ന ആദിവാസി സ്ത്രീ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതിൻ്റെ അടുത്ത ദിവസം മന്ത്രി ആലുവ മൂന്നാർ രാജപാത വഴി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ മരണവീട് സന്ദർശിക്കാൻ ആക്രമണത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മാരിയുടെ കുട്ടിയെ കാണാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപകടത്തിൻ്റെ തലേ ദിവസം തന്നെ ആ പ്രദേശത്ത് 17ഓളം ആനകൾ കറങ്ങുന്ന വിവരം RRT അറിയിച്ചു എന്നാണ് കേൾക്കുന്നത്. ഒരു മുൻകരുതൽ നടപടിയും എടുത്തിരുന്നില്ല. ഇതോടൊപ്പം തന്നെ വയനാടുണ്ടായ ആക്രമണം വലിയ അനാസ്ഥ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായത്. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യവും ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ LDF സർക്കാർ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. ഇന്ന് ഭരിക്കുന്നവർ, അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. അത് 21 ലക്ഷം രൂപയാകും. അതായിരുന്നു അവരുടെ വാഗ്ദാനം. ഇപ്പോൾ ആ വാഗ്ദാനം നടപ്പിലാക്കുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് ഒന്നും പ്രതികരിക്കുന്നതായി കാണുന്നില്ല. വന്യമൃഗാക്രമണങ്ങൾ തടയാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒറ്റമൂലിയൊന്നുമില്ല എന്ന് വനം മന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, സർക്കാർ മാറിയത് ആനകൾ അറിഞ്ഞിട്ടില്ല എന്നും കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതായി കണ്ടു. അപ്പോൾ സാധാരണക്കാരുടെ ജീവൻ്റെ പ്രശ്നത്തിൽ ഇതുപോലുള്ള പരിഹാസപൂർവമായ നിലപാടാണോ ഉത്തരവാദപ്പെട്ട മന്ത്രിയും സർക്കാരും സ്വീകരിക്കേണ്ടത്? ഇത്തരത്തിൽ നിരുത്തരവാദപരമായ നിലപാട് ഉണ്ടായാൽ അത് തിരുത്തിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുമില്ലേ? വയനാട്ടിലെ കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടപ്പോൾ അതൊരു സാധാരണ സംഭവമല്ലേ എന്നായിരുന്നു സ്ഥലം MLAയുടെ പ്രതികരണം. ഇവിടെയാണ് പഴയ കാര്യം ഓർക്കേണ്ടത്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വന്യജീവി ആക്രമണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റെ മേൽ കെട്ടിവെച്ച് വലിയ പ്രചരണമാണല്ലോ നടത്തിയിരുന്നത്. എന്നാൽ വന്യജീവി സംരക്ഷണ ബിൽ ഭേദഗതി ഉൾപ്പെടെ പരിഹാരമാർഗങ്ങൾക്കായി സംസ്ഥാന സർക്കാർ നടത്തിയ ശ്രമങ്ങളോടെല്ലാം നിസ്സഹകരിക്കുകയാണ് ഇവർ ചെയ്തിരുന്നത്. അവരിപ്പോൾ പൂർണ്ണമായും ഒരു U-ടേൺ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു എന്താണ് കാണാൻ കഴിയുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, 1972
ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കൊണ്ടുവന്ന കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമമാണ് ഇത്തരമൊരു ദുരവസ്ഥക്ക് ഇടയാക്കിയത്.